രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബ്രാഹ്മണ ശാപത്തെക്കുറിച്ചാണ്. എല്ലാവരും പറയാറുണ്ട്, കഴിഞ്ഞ ജന്മത്ത് ബ്രാഹ്മണന്റെ ശാപമേറ്റു, ഈ ജന്മത്ത് ബ്രാഹ്മണന്റെ ശാപമേറ്റു എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ബ്രാഹ്മണ ശാപം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നിങ്ങളുടെ ജാതകം എടുക്കുമ്പോൾ അതിൽ വ്യാഴത്തിന് ശനിയുടെയോ കുജന്റെയോ രാഹുവിൻ്റെയോ ദൃഷ്ടി യോഗാദി സംഭവിച്ചു കഴിഞ്ഞാൽ ഗുരുശാപം, ബ്രാഹ്മണശാപം എന്നിവ ഉണ്ടെന്ന് പറയാം. പിന്നെ കൈരേഖയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ തീർച്ചപ്പെടുത്താം നമുക്ക്. അതേ കണക്ക് നമ്മളെ കൊണ്ട് മന്ത്രം പറയിപ്പിച്ച് ന്യൂമറോളജിക്കലി വഴിയും നമുക്കിത് കണ്ടെത്താനായിട്ട് സാധിക്കും. ശ്രീരാമന്റെ ജാതകത്തിൽ ഈ ബ്രാഹ്മണ ശാപം ഉണ്ടായിരുന്നു. ശ്രീരാമന്റെ ജാതകം ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ, മനസ്സിലായില്ലേ, ആംബുലൻസ് പോകുന്ന സൗണ്ടാണ്, ഇവിടെ റോഡ് സൈഡാണ്, അതാണ് പ്രശ്നം. അപ്പം ശ്രീരാമന്റെ ജാതകത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴത്തിലേക്ക് ഉച്ചത്തിൽ നിൽക്കുന്ന ശനിയും കുജനും വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ബ്രാഹ്മണ ശാപം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗജകേസരി യോഗം ഉൾപ്പെടെ പല യോഗങ്ങളും ഉണ്ടായിട്ടും ശ്രീരാമദേവന് പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. ഇതിന് പരിഹാരമായിട്ടാണ് അദ്ദേഹം രാമേശ്വരത്ത് പ്രതിഷ്ഠ നടത്തിയതും അങ്ങനെ ശാപമുക്തി നേടിയതും. അതിനുശേഷം സാക്ഷാൽ ശ്രീരാമൻ ലങ്കയിലെത്തി രാവണനെ നിഗ്രഹിച്ച് സീതയെ വീണ്ടെടുത്തു എന്നാണ് ഒരു വിശ്വാസം. മറ്റൊരു വിശ്വാസം രാവണനെ തോപ്പിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ പ്രതിഷ്ഠ നടത്തി എന്നത് ആണ്. ഇനി എന്താണ് ബ്രാഹ്മണ ശാപം? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച പൂണൂരിട്ട ഒരാൾ ശപിച്ചതിനെ അല്ല ബ്രാഹ്മണ ശാപം എന്ന് പറയുന്നത്. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതുകൊണ്ടോ പൂണൂരിട്ടത് കൊണ്ടോ ബ്രാഹ്മണനല്ല. നിങ്ങൾ ഇന്ന് അമ്പലങ്ങളിൽ നിരവധി പൂജാരികളെ കാണും. അവരൊക്കെ ബ്രാഹ്മണ വർഗത്തിൽ ജനിച്ചു എന്നേ ഉള്ളൂ. ഭഗവാൻ അവരെ ബ്രാഹ്മണരായി അംഗീകരിച്ചിട്ടില്ല. പിന്നെ എന്താണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്? ബ്രഹ്മത്തെ അറിഞ്ഞവൻ, ബ്രഹ്മജ്ഞാനമുള്ളവൻ, അവനാണ് ബ്രാഹ്മണൻ. അതായത് ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെയും കഠിനമായ സാധന മാർഗങ്ങളിലൂടെയും കുണ്ഡലിനി ശക്തിയെ ഉണർത്തിയവനാരോ അവനെയാണ് ബ്രാഹ്മണൻ എന്ന പേര് വിളിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിഗ്രഹിച്ച് കഠിനമായ സാധന മാർഗങ്ങളിലൂടെ കുണ്ഡലിനി ശക്തിയെ ഉണർത്തി നിർത്തിയിരിക്കുന്നവന്റെ പേരാണ് ബ്രാഹ്മണൻ. അവനാണ് ഉത്തമനായ ബ്രാഹ്മണൻ. ആ ഉത്തമ ബ്രാഹ്മണന്റെ ശാപത്തെയാണ് ബ്രാഹ്മണ ശാപം എന്ന് വിളിക്കുന്നത്. പുരാണങ്ങളിൽ അതിന് ഉദാഹരണമുണ്ട്. നമ്മുടെ ദുർവാസാവൊക്കെ അതിനൊരു ഉദാഹരണമാണ്. അപ്പൊ അങ്ങനെയുള്ള ഉത്തമനായ ബ്രാഹ്മണൻ ശപിച്ചാലേ ഫലിക്കത്തുള്ളൂ. അല്ലാതെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവനോ അമ്പലത്തിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും കണ്ടിട്ട് പൂജാരി അങ്ങ് ശപിച്ചാലോ എന്നും അത് ബ്രാഹ്മണ ശാപമാവുകയില്ല. എന്താണ് ഇതിൻ്റെ പരിഹാരം? ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിഹാരമുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ബ്രാഹ്മണ ഭോജനം നടത്തണം. നിങ്ങൾ ബ്രാഹ്മണന് അന്നം നൽകുക, അത് വിശദീകരിച്ച് പറഞ്ഞുതരാം. പിന്നെ ചന്ദ്രയാണ വ്രതമെടുക്കണം. പിന്നെ എല്ലാ തിങ്കളാഴ്ച ദിവസവും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഇത് കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടത്, ശരിക്കും ഒരു നല്ല ആളാണെങ്കിൽ ഒരു മാന്ത്രികനെ കൊണ്ട് ഉപദേശ രൂപേണ പിന്നെ നമുക്ക് ജപിക്കേണ്ട മന്ത്രമുണ്ട്. അപ്പോൾ മാന്ത്രികൻ നിങ്ങളെ വിളിച്ചിട്ട് ആ മന്ത്രം പറഞ്ഞു തരും. അത് നിങ്ങൾ ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറഞ്ഞ് ഒരു പരിധി വരെ കുറച്ചതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ഒരു വലിയ ചോദ്യം വരുന്നുണ്ട്. ഒരു ബ്രാഹ്മണന് ഭക്ഷണം കൊടുത്തത് കൊണ്ട് എന്ത് ഫലം? ഒരു ബ്രാഹ്മണന് ഭക്ഷണം കൊടുത്തത് കൊണ്ട് നമ്മുടെ ഈ ദോഷങ്ങൾ എങ്ങനെ മാറും? വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ബ്രാഹ്മണന് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പൂണൂലിട്ട ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നല്ല. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് അന്നം കൊടുത്തു എന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് കഠിനമായ സ്വാധനയിലൂടെ തങ്ങളിലെ ഈശ്വര ചൈതന്യം ഉണർത്തുന്ന വ്യക്തി, അങ്ങനെയുള്ള വ്യക്തിക്കാണ് കൊടുക്കേണ്ടത്. കഠിനമായ സാധനയിലൂടെ കുണ്ഡലിനിയെ ഉണർത്തി
തങ്ങളിലെ ഈശ്വര ചൈതന്യം ഉണർത്തിയ വ്യക്തി. അവരുടെ ഉള്ളിൽ എപ്പോഴും യോഗാത്മകമായ കുണ്ഡലിനി അഗ്നി അങ്ങനെ ജ്വലിച്ചു നിൽക്കും. അങ്ങനെയുള്ള ബ്രാഹ്മണരുടെ ഉള്ളിൽ യോഗാത്മകമായ കുണ്ഡലിനി അഗ്നി ജ്വലിച്ചു നിൽക്കും. അവരുടെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും എല്ലാം അഗ്നി സ്വരൂപമായിരിക്കുമെന്നറിയുക. ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു ബ്രാഹ്മണനാണെങ്കിൽ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന എൻ്റെ ഈ ശരീരം, സ്ഥൂല ശരീരം, ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന മരിക്കുമ്പം വേർപെടുന്നത് സൂക്ഷ്മ ശരീരം, ഇത് രണ്ടും അഗ്നിമയമായിരിക്കും. കുണ്ഡലിനി ശക്തി ഉണർത്തിയ ആളാണ്, പൂണൂലിട്ട ആളല്ല. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ആൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ അഗ്നിയിലേക്ക് വിധിപ്രകാരം നമ്മൾ ആഹാരത്തെ അർപ്പിക്കുകയാണ്, ഹോമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് കഴിക്കുന്ന ആ ബ്രാഹ്മണൻ പ്രാണാഗ്നിഹോത്രം ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഈ കുണ്ഡലിനി അഗ്നിയിലേക്ക് നാം ഭക്തിയോടുകൂടി ഇഷ്ടപ്പെട്ട ഭോജ്യങ്ങൾ ഹോമിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ശാപങ്ങൾക്ക് കുറവുണ്ടാകുന്നത്. അല്ലാതെ നിങ്ങൾ ഇപ്പം കാണുന്നത് അങ്ങനെയല്ല. ഓരോ ക്ഷേത്രങ്ങളിലോ മറ്റോ ചെന്നാൽ, അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരുടെ കയ്യിലും സ്റ്റോക്ക് കാണും. ഒരു ബ്രാഹ്മണൻ്റെ അടുത്ത് പറയും, അയാളൊരു പൂണൂലിട്ടുകൊണ്ടിരിക്കും. അവർക്ക് കൊണ്ടുവന്ന് ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ തൃപ്തിയായെന്ന് കരുതും. ഇല്ല, അതൊരു ഭക്ഷണം കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്, ആർക്ക് ഭക്ഷണം കൊടുത്താലും നല്ലതാണ്, അതിനപ്പുറത്തേക്ക് മാറിയില്ല. ഇതുപോലെ കുണ്ഡലിനി ശക്തി ഉണർത്തി ഈശ്വര ചൈതന്യം ജ്വലിക്കുന്ന അയാളുടെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും അഗ്നിയാണ്. അതിലേക്ക് അതൊരു ഹോമകുണ്ഡമാണ് അയാളുടെ ശരീരം, അദ്ദേഹത്തിൻ്റെ ശരീരം. അതിലേക്കാണ് നിങ്ങൾ ഈ ആഹാര സാധനങ്ങൾ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നത്? ഹോമിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽപ്പെട്ട ബ്രാഹ്മണരെ എവിടെ കണ്ടെത്താനാണ്? അത് വളരെ പ്രയാസമാണ്, വളരെ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ വളരെ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ചു നോക്കുക. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മന്ത്രം ഏതെന്ന് ചോദിച്ചാൽ പ്രണയം തന്നെയാണ്. യാതൊരു സംശയവുമില്ല. ഹൃദയത്തിൽ പ്രണയമുള്ളവനെ ഒരു ശാപങ്ങളും ബാധിക്കില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പ്രണയത്തിൻ്റെ ദേവതയായ രാജകുമാരിയായ രാധാറാണിയെയും പ്രണയത്തിൻ്റെ രാജകുമാരനായ കൃഷ്ണനെയും അവരെ രാധാകൃഷ്ണ രൂപത്തിൽ ധ്യാനിക്കണം. ആ രാധാകൃഷ്ണ രൂപത്തിൽ ധ്യാനിച്ചിട്ട് മനസ്സിൽ സർവത്ര പ്രണയം വരുത്തണം. ഇപ്പം നിങ്ങൾ സ്ത്രീയാണെങ്കിൽ ഒരാൾ വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ പേര് വിളിക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ പ്രണയത്തോടെ മോളെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നെയിമുകൾ കാണുമല്ലോ അത് വിളിക്കുന്നതായിട്ടോ, നിങ്ങൾ എന്തോന്ന് വിളി കേൾക്കുന്നതായോ സങ്കല്പിക്കുക. പുരുഷനാണെങ്കിൽ അതുപോലെ തന്നെ സ്ത്രീ അവനെ വളരെ പ്രണയത്തോടെ ഏട്ടാന്നോ അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട നെയിമോ വിളിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അത് ചെയ്യുക. നിങ്ങൾ ആഹാരം കഴിക്കാൻ പോകുന്നതിന് മുമ്പും അങ്ങനെ ചിന്തിക്കുക. നിങ്ങൾ മലക്കറി എരിയുന്നതിന് മുമ്പും അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ മനസ്സങ്ങനെ പ്രണയമയമാക്കുക. ആ പ്രണയമയമാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ രാധാകൃഷ്ണന്മാരെ ഉപാസിച്ച് അഷ്ടപതി പാടി അങ്ങനെ കുറേ ഇറക്കി കഴിയുക. പിന്നെ അറിയാവുന്ന മാന്ത്രികൻ പറഞ്ഞു തരുന്ന മന്ത്രങ്ങൾ ഏറ്റും പറഞ്ഞ് അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ആരടുത്താണോ ചെല്ലുന്നത് ആ മാന്ത്രികൻ അറിയാം. അദ്ദേഹം കബഡി വെച്ചിട്ട് നിങ്ങളടുത്ത് പറയും, ഓക്കെ ഇനി നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ചന്ദ്രയാണ വ്രതമെടുക്കൂ, എന്നിട്ട് ഇന്ന് തൊട്ട് തിങ്കളാഴ്ച തൊട്ട് ശിവക്ഷേത്രത്തിൽ പോയിക്കൊള്ളൂ, ബ്രാഹ്മണൻ അന്നം കൊടുക്കൂ, അത് യഥാർത്ഥ ഒരു പൂണൂരുട്ട ബ്രാഹ്മണനായാലും മതി. അപ്പോൾ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും മാറാൻ രാധാകൃഷ്ണന്മാരെ ഉപാസിക്കണം. ഒരാളെയല്ല, രണ്ടുപേരെയും ചേർത്ത് ഉപാസിക്കണം. പ്രണയം കൊണ്ട് ഹൃദയം നിറയ്ക്കണം. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കിയേ, ഇന്ന് തൊട്ട് നിങ്ങളെ പ്രണയത്തോടൊരാൾ വിളിക്കുന്നു, എന്തോന്ന് വിളി കേൾക്കുന്നു, അത് ഭയങ്കര നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം സംഭവിക്കും. ഇത് ഞാൻ പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ്, സാറേ ഇത് അത്ഭുതകരമായ ഫലമാണെന്ന്. അങ്ങനെ ബ്രാഹ്മണ ശാപത്തിൽ നിന്ന് മോചനം നേടൂ. മറ്റുള്ളതൊക്കെ പഴഞ്ചൻ രീതികളാണ്. ഏതാ ഈ ബ്രാഹ്മണ ഭോജനം, ചന്ദ്രയാണ വ്രതം, ഇതൊക്കെ. പക്ഷേ അത് ചെയ്യുക. അതിൻ്റെ കൂടെ ഏറ്റവും വലിയ ആയുധമാണ് കൃഷ്ണനും രാധാറാണിയും. രാധാകൃഷ്ണന്മാർ വിചാരിച്ചാൽ നടക്കാത്ത എന്തെങ്കിലും ഉണ്ടോ?
യാതൊന്നുമില്ല. പക്ഷേ ഹൃദയത്തിൽ പ്രണയത്തോടെ വിളിക്കുമ്പോഴാണ് അവർ ഫലിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അവർ പ്രണയം പഠിപ്പിക്കാനാ രാധാറാണി വന്നത്. ഹൃദയത്തിൽ പ്രണയം സൂക്ഷിച്ചുകൊണ്ട് രാധാറാണിയെയും കൃഷ്ണനെയും വിളിക്കുക. രാധാറാണിയും കൃഷ്ണനും പ്രാർത്ഥിച്ചാൽ കൃഷ്ണനും രാധയ്ക്കും ബ്രാഹ്മണശാപം ഇല്ലാതാക്കാൻ പറ്റത്തില്ല. അതിനുള്ള യോഗ്യതയില്ലെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. അപ്പൊ അത് ചെയ്യുക. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹാം.